ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോളേ ഒരു ലൂസ് മോഷൻ വന്ന് കണ്ടോ, എൻ്റെ കോലം കണ്ടറിയാം. ആകപ്പാടെ ടയേർഡായി. ഇതുപോലെ എനിക്കൊരു രണ്ട് വർഷത്തിന് മുമ്പാണ് ഇതുപോലെ വയറിളക്കം വന്നത്. ഇപ്പം അതിന് ശേഷം ഒരു പിന്നെ ഒരു ഭക്ഷണം കഴിച്ചാണ് കാലക്കേട്. അപ്പോൾ ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മൾ നാരങ്ങ നീരിൽ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടൊന്നും എനിക്ക് ഫലം കാണാത്തതുകൊണ്ട് ഇന്നലെ നമ്മുടെ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പിന്നെ കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ തന്നു. അപ്പൊ അതിന് ശേഷം ഇപ്പം എന്ന് വെച്ചാൽ നല്ലപോലെ ഭേദമായിട്ടില്ല. മരുന്ന് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയത്തുള്ളൂ അതിന്റെ എങ്ങനെയാന്നൊക്കെ. അപ്പൊ അതൊക്കെ ശേഷം ഇപ്പൊ ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഇന്നാണെങ്കിൽ അമ്മ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഞ്ഞിക്കാണ് എനിക്ക് നമുക്കിപ്പോൾ എനിക്കാണ് പൊതുവായിട്ടൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല. പിന്നെ പഴവർഗ്ഗങ്ങളൊക്കെ കാണുമ്പോൾ കൊതിയാവുന്നുണ്ട്. ഇപ്പൊ അത് കഴിക്കാവോ, ഇതൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാതിരിക്കാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇന്നിപ്പോ നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയപ്പം അതിന് നമ്മൾ വള്ളിപ്പയർ മേടിച്ചിട്ട് തന്നെ ഒത്തിരിയായി. അപ്പോൾ ഈ വള്ളിപ്പയർ മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണും ഇതിലൊക്കെ കണ്ടോ ഈ വയലറ്റ്. എനിക്ക് ഏറ്റവും ഈ തോരൻ വെക്കുമ്പോൾ ഇതിൽ ഞാനിത് സെപ്പറേറ്റ് ഞാൻ മേടിക്കും. കാര്യം എനിക്കിത് ഭയങ്കര ഇഷ്ടം. വെന്ത് കഴിഞ്ഞാൽ ആ തോരൻ കൂട്ടാൻ നമ്മളെന്ന് വെച്ചാൽ എല്ലാവരും തോരൻ വെക്കുന്ന വ്യത്യാസം ഉണ്ടാവും. എനിക്ക് തേങ്ങ ചേർക്കണം തോരൻ വെക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഇതും പിന്നെ വളരെ കുറച്ച് പച്ചപ്പയർ കാണുന്നുള്ളൂ അല്ലേ. അപ്പൊ ഇത് കൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് കഞ്ഞി കുടിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പൊ ഞാൻ തെരഞ്ഞെടുത്താണ് ഈ ബ്ലാക്ക് ഇത് നോക്കിയിട്ടേ, വയലറ്റ് കളർ നോക്കിയിട്ടേ. അപ്പം ഇത് വളരെ നമ്മളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇവിടെ തോരൻ വെക്കുന്നത്. നമ്മളെന്ന് വെച്ചാൽ പിന്നെ കണ്ടോ ഇതുപോലത്തെ മുളക്, ചെറിയ മുളകാണ്, മണ്ണൻ മുളകാണ്. ഇതുണ്ടോ, നീട്ടമുള്ള മുളകല്ല, ഇതുപോലത്തെ മുളകാണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ എരിവിന് വില്ലന. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് തന്നെ നോക്കിയിട്ട് പഴുത്ത ഞാൻ കറിക്കിടുമ്പോൾ പഴുത്തത് നോക്കി തന്നെ ഇടും. ഏകദേശം പഴുത്ത ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല എരിവാകും. അപ്പൊ അങ്ങനെ അതും കൂടെ ഞാൻ മേടിച്ചു. ആ മുളകും കൂടെ അതിന്റെ കൂട്ടത്തിൽ മേടിച്ചായിരുന്നു. അപ്പം ഇതിലൊക്കെ തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടെ കിട്ടും. അതുപോലത്തെ ഇതും കൂടെ. പിന്നെ അത് നമ്മളെന്തൊക്കെ തന്നെ വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ അതായിട്ടില്ല, അത് നമ്മൾ അതിങ്ങനെ കട്ട് ചെയ്യും. അതിന് ശേഷം ഇതിനകത്ത് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഈ പച്ചമുളകും മഞ്ഞപ്പൊടി, സവാള, അത്ര ഐറ്റംസ്. പിന്നെ കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിച്ചതിന് ശേഷം തേങ്ങയൊക്കെ ചേർത്ത് ഇളക്കി കുറച്ച് വെള്ളം ചേർക്കും. വെള്ളം ചേർത്തില്ലെങ്കിൽ നമുക്കറിയില്ല. നമ്മൾ എണ്ണയും മാത്രമല്ല കേട്ടോ, എല്ലാവരും നമ്മൾ ഒത്തിരി സാധനങ്ങൾ വേവിക്കുമ്പോൾ വെള്ളം ചേർത്താണ്, അതായത് വെള്ളം ചേർക്കും. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഇതുപോലത്തെ തോരൻ വെക്കുന്ന സാധനത്തിലും പിന്നെ അതിലൊന്നും നമ്മൾ ഇത് വെള്ളം ചേർക്കാൻ പാടില്ല. അത് ആ എണ്ണയിൽ കടന്ന് തന്നെ അത് വെന്ത് കിട്ടിക്കൊള്ളുന്നു. പക്ഷെ നമുക്ക് എന്തോന്നും അറിയില്ല, അതങ്ങനെ വേവുമോ ഇല്ലെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വെള്ളം ചേർക്കും. ഇങ്ങനെ തോരൻ വെച്ചെടുത്താലും ഒക്കെ വെള്ളം ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കാബേജ് വെക്കുമ്പോൾ മാത്രം വെള്ളം ചേർക്കാറില്ല. ബാക്കി ഇതുപോലെ പയർ ഐറ്റംസ് അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കും. വളരെ എന്നോട് കഴിഞ്ഞ ഇറക്കും ഇതുപോലെ നമ്മൾ എന്തോ കോവയ്ക്കാൻ കണ്ട് കട്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു, പിന്നെ നമ്മൾ കയ്യുറ ഇടുന്നത് ഭയങ്കര സേഫ്റ്റിയാണ്. അപ്പം എന്താണെന്നറിയില്ല, ഇവിടെ ഞാനും അമ്മയും ഒക്കെ, ഞാനെന്ന് വെച്ചാൽ അപൂർവമായിട്ട് ഇതൊക്കെ ഇങ്ങനെ കഷ്ണിക്കണ്ടിയൊക്കെ വരുന്നുള്ളൂ. പിന്നെ അമ്മയൊക്കെയാണ് ഇങ്ങനെ പലതും നമ്മളെ രാത്രിയൊക്കെ ഉള്ള കറിക്കൊക്കെ കണ്ടിക്കുന്നത്. അപ്പം അമ്മയൊക്കെ ആണെങ്കിലും നമുക്ക് കയ്യുറ നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല. നമുക്ക് കയ്യുറ ഒരു ശീലമില്ല. അങ്ങനെ കയ്യുറ വേണമെന്നോ കയ്യുറ കൊണ്ട് കട്ട് ചെയ്യണമെന്നോ ഒരു ശീലമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കയ്യുറ ഉപയോഗിക്കാത്തത്. നമുക്കിങ്ങനെ ശീലമായി, ഇങ്ങനെ തന്നെ കഷ്ണിച്ച് ശീലമായി. വളരെ കണ്ടോ, ഇതുകൊണ്ട് പൊടിപൊടിയായിട്ട് ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വേഗം വെന്ത് കിട്ടാനും നമുക്ക് എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ എനിക്കാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങളൊക്കെ കഴിക്കാൻ നല്ല ആഗ്രഹം തോന്നുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഇപ്പൊ എന്റെ അഫക്റ്റ് വിട്ടു പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മീൻ, ഇറച്ചി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒഴിവാക്കി. ഇപ്പൊ എനിക്ക് മീനിന്റെ കാര്യം അറിയിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുവാണ്. അതെന്താണെന്നറിയില്ല, ആ മീൻ കഴിച്ചതിനോടെ ഞാൻ ആകപ്പാടെ പെട്ടുപോയി. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴാ ആ മീനിനുള്ളൊരു ആഗ്രഹം എനിക്ക് തീർന്നുപോയി. അപ്പൊ ഇനിയിപ്പം ഇതുപോലെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മളെ മുരിങ്ങാല തോരൻ, അതുപോലെ തോരൻ കറികളൊക്കെ കൂട്ടി വല്ല കഞ്ഞിയോ അങ്ങനെയൊക്കെ കുടിക്കാനാണ് തോന്നുന്നത്. അപ്പൊ ഇന്നിപ്പോ കഞ്ഞി അമ്മ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ഒരു തോരനും ആക്കിയിട്ട് ഉച്ചക്കുള്ള ഭക്ഷണം നമുക്ക് ഗുളികയുണ്ട്, ഉച്ചക്കുണ്ട്, രാവിലെ ഉണ്ട്, ഒക്കെ ഗുളികയുണ്ട്, അതും കൂടെ കഴിച്ചിട്ട് ഒന്ന് ഇരിക്കാനൊക്കെയാണ് തോന്നുന്നത്. പിന്നെ ഞാൻ ഭക്ഷണം കണ്ടോ എൻ്റെ ശരീരത്തിൽ ഇപ്പം മര്യാദയ്ക്ക് പറ്റുന്നില്ലായിരുന്നു ഇത്രയും ദിവസം കൊണ്ട്, ഒരു 5-6 ദിവസമായി ഇപ്പം. പിന്നെ ഇപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ ഇന്നലെ ഇപ്പൊ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു, അതിന്റെ ഇപ്പൊ നമുക്ക് അറിയില്ല എങ്ങനെ അതിന്റെ, ഇനിയിപ്പോ 2 ദിവസം കൂടെ കഴിഞ്ഞ് നമുക്ക് നോക്കാം. എന്നിട്ട് നോക്കാം. ഇന്നിപ്പോ രാവിലെ ഞാൻ ബാത്റൂമിൽ പോയപ്പം നമ്മുടെ നോർമലി ഉള്ള ഒരു ഇതിലല്ലായിരുന്നു മോഷൻ, എന്നാലും കുറച്ച് ആയിട്ട് വരാനുണ്ട്. അപ്പൊ നമ്മൾ മരുന്നിന്റെ വ്യത്യാസം പരിപാലിക്കുന്നു വിചാരിക്കാം. അപ്പൊ എന്തെങ്കിലും നമുക്കത് മാറ്റം ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബാത്റൂമിലൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതാണ്, ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ഉച്ചക്കുള്ള ഒരു സംഭവം. അതാണ് ഞാനിപ്പം പെട്ടെന്ന് വന്നിട്ട് പച്ചപ്പയർ കണ്ടപ്പോഴും അത് കിട്ടിയപ്പോഴും എനിക്കൊരു വല്ലാത്തൊരു കൊതി വന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. കണ്ടോ, ഇത് നമ്മൾ പച്ചക്ക് തിന്നാൻ തന്നെ, നമ്മൾ ഈ നമ്മളെ പയറയിലുണ്ടാകുമ്പോൾ പച്ചക്ക് എടുത്ത് തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ ഉള്ളിലൊരു ആ പരിപ്പില്ലേ ഇതിലെ, ആ പരിപ്പ് തിന്നാനാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് ലെങ്തായി. അപ്പൊ എന്തായാലും ഇതൊരു തോരനൊക്കെ ആക്കി ഉച്ചക്കത്തെ കഞ്ഞി ഞാൻ കുടിച്ചോട്ടെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസവും ഞാനിവിടെ ആശംസിക്കുകയാണ്. പിന്നെ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.